കളക്ടറായ സമയത്തുള്ള ഒരു അനുഭവം ഓർമ്മ പങ്കുവയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് എന്താ? കളക്ടറായിരിക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഓരോ എന്താ പറയുക സെല്ലും ഇങ്ങനെ ഉണർന്നിരിക്കും നമുക്ക് ശരീരത്തിലും ഓർമ്മകളിലും. കാരണം അത്രയധികം നമ്മൾ ഈ രാപ്പകലില്ലാതെ എല്ലാ നേരവും ഒരു ഔദ്യോഗിക വൃത്തത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തീർച്ചയായിട്ടും ശബരിമല തന്നെയായിരിക്കും. അപ്പോൾ ശബരിമല തീർത്ഥാടനം കുറച്ച് വർഷങ്ങളായിട്ട് ചില പ്രശ്നങ്ങളിലൊക്കെയായി, നിയമക്കുരുക്കുകളിലും അതിനുശേഷം പ്രളയത്തിൻ്റെയും മറ്റും കാര്യങ്ങളായിട്ടൊരു 3-4 വർഷമായിട്ട് പൂർണ്ണതോതിൽ തീർത്ഥാടനം നടത്താൻ സാധിക്കാത്ത ഒരവസരത്തിലാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജില്ലാ കളക്ടർ ആയ സമയത്തും ഈ പറഞ്ഞ പോലെ ആദ്യം കുറേ പേർ ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം പത്തനംതിട്ട ജില്ലയിൽ 36ാമത്തെ ജില്ലാ കളക്ടറായിരുന്നു ഞാൻ. അപ്പോൾ ഞാനവിടെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, യുവതിയായിട്ടുള്ള ഒരു ജില്ലാ കളക്ടർ ആദ്യമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ വരുന്നത്. അപ്പോൾ മല കയറാൻ സാധിക്കില്ല, പക്ഷേ ശബരിമല തീർത്ഥാടനം നടത്തണം. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാവാൻ പോവുകയാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നതിൽ നിന്ന് എനിക്ക് തന്നെ തോന്നുന്നു, ഇങ്ങനെ ഓരോരോ വെല്ലുവിളികൾ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എറിഞ്ഞു വരുമ്പോഴത്തേക്കും ഞാനത് കുറേ കൂടുതൽ വാശിയോടെ അങ്ങ് ഏറ്റെടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല, അത് ഉറപ്പായിട്ടും നമ്മൾ ഭംഗിയായിട്ട് നടത്തിയിരിക്കും എന്നുള്ള ഒരു വാശിയോട് കൂടി അങ്ങ് ആരംഭിച്ചു. പക്ഷെ അത്രയും അധികം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്രയും അധികം ഒരു വലിയൊരു പിന്തുണ ആ സമയത്ത് ശരിക്കും ഉണ്ടായിരുന്നു, എല്ലാ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി മുതൽ എല്ലാവരും ശരിക്കും ആ ഒരു വർഷം ഈ പറഞ്ഞ പോലെ 4-5 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കുമല്ലോ, നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ ആ പ്രക്രിയ മൊത്തം സുഗമമാക്കിയെടുത്ത് വീണ്ടും പൂർണ്ണ നിറവിലൊരു ശബരിമല തീർത്ഥാടനം ഒരു ഇടവേളയ്ക്ക് ശേഷം നടത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എന്നും ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ട്, അല്ലെങ്കിൽ വളരെ അനന്യമായിട്ടുള്ള ഒരു ചാലഞ്ചായിട്ട് ഞാൻ കരുതുക. ഒരു യുണീക്ക് ചാലഞ്ചായിരുന്നു, ബാക്കിയുള്ള പ്രതിസന്ധികളെ പോലെ അല്ലല്ലോ അത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.